വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയുമൊക്കെ നാളുകളാണ് വരാൻ പോകുന്നത്. വിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം ആ റമദാനിൽ ആരോഗ്യത്തോടെ ഈമാനോടെ ജീവിക്കുവാനും ആ റമദാൻ പരിപൂർണമായി അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലായി തീരാനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സലഫുകളുടെ ജീവിത മാതൃക അതായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ ഷഹ്റ റമദാൻ എന്നത് അവരുടെ പ്രാർത്ഥനയായിരുന്നു. നമുക്ക് റമദാനിലേക്കെത്താൻ കഴിയുകയും റമദാനിൽ അല്ലാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഈ സന്ദർഭത്തിലുണ്ടാകേണ്ട വിചാരം. റമദാൻ നമുക്കറിയാം ഇബാദത്തുകളുടെ മാസമാണ്. ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിനോടുള്ള സ്നേഹം, ഇഷ്ടം, അടുപ്പം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് അവസരം നൽകുന്നു എന്നത് അല്ലാഹുവിന് നമ്മോടുള്ള ഇഷ്ടവുമാണ്. ഇബാദത്തിന്റെ പ്രത്യേകത അതാണ്. പരസ്പരം നമുക്ക് അല്ലാഹുവിനോടും അല്ലാഹുവിന് നമ്മോടുമുള്ള ഇഷ്ടം തിരിച്ചറിയാനുള്ള സന്ദർഭമാണ് ഇബാദത്തുകൾ. ഒരുപാട് ഇബാദത്തുകൾ റമദാനിൽ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനമായ റമദാനിൽ ചെയ്യേണ്ട ഇബാദത്ത് എന്ന് പറയുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. കാരണം സാധാരണ ദിവസങ്ങളിൽ നിന്ന് റമദാനിനെ വ്യത്യസ്തമാക്കിയത് ഖുർആൻ അവതരിച്ചു എന്നതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ ഖുർആനിന്റെ മാസം എന്ന് പറഞ്ഞ് അതിനെ പരിഗണിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഖുർആനിന്റെ മാസം എന്ന നിലക്ക് കൂടുതൽ ഖുർആനുമായി അടുത്ത് ജീവിക്കുവാനുള്ള അവസരമായി റമദാനിനെ നാം കാണും. നമുക്കറിയാം ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആളുകളാണ്. അല്ലാഹുവിന്റെ ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ ആളാണ് എന്ന് നമ്മുടെ പാർട്ടിയുടെ നേതാവ് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വികാരമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് പ്രത്യേകമായ ചില ആൾക്കാരുണ്ട്. പ്രത്യേകമായ ആൾക്കാർ. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് നബിയെ അവർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവരാരാ? അവർ ഖുർആനിന്റെ ആളുകൾ. അവരാണ് അല്ലാഹുവിന്റെ സ്വന്തം ആളുകൾ. ഖാസത്തുഹു എന്നാ പറഞ്ഞേ. പ്രത്യേകമായ ഖാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലാഹുവിന്റെ പ്രത്യേകമായ ആളുകളാണ് അവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ പ്രത്യേകമായ ആളുകളിൽ പെടാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നബി ഇങ്ങനെ ഖുർആനെ കുറിച്ച് പറഞ്ഞ് നബി പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ സാഹിബിനോട് പറയപ്പെടും, ഇഖ്റ. ഖിയാമത്ത് നാളിലുള്ള രംഗം പറയാം. സ്വർഗത്തിലെത്തിയിട്ടുള്ള ഒരു രംഗമാണ്. ഇഖ്റ, നീ ഓതിക്കോ. വർത്തഖി, എന്നിട്ട് ഇനി ഇങ്ങനെ കയറിപ്പോയിക്കോ. സ്വർഗം ഇങ്ങനെ കയറിപ്പോണം. വറത്തിൽ, തെർത്തീൽ ചെയ്തോ. തെർത്തീൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നതിനുള്ളൊരു പേരാണ്.
വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ നമ്മൾ വായിക്കേണ്ടത് പേപ്പർ വായിക്കുന്നത് പോലെയല്ല, അതിന് പ്രത്യേകമായ വായനയുണ്ട്. ആ വായനയാണ് തർത്തീൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തിയത് വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ നിന്ന് നീ തർത്തീൽ നടത്തിയില്ലേ ഖുർആനെ, അതുപോലെ നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ തർത്തീൽ നടത്ത്. فإن منزلتك عند آخر آية تقرأها. നിനക്കറിയോ സ്വർഗത്തിൽ നിന്റെ പൊസിഷൻ, നിന്റെ സ്ഥാനം അത് എവിടെയാണോ നീ അവസാനത്തെ ആയത്ത് ഓതുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നമ്മൾ ഇതുമായി ബന്ധപ്പെടണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദം ശ്രദ്ധിക്കണം. യുഖാലു ലി സാഹിബിൽ ഖുർആൻ, സാഹിബുൽ ഖുർആൻ, സാഹിബ്. ആ പദം നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാവും. സഹാബത്തൊക്കെ അതിൽ നിന്ന് വന്നത്. സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, ഒഴിച്ചുകൂടാനാവാത്ത, എപ്പോഴും കാണണം എന്ന് പൂതിയുള്ള, കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമമുള്ള. സുഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അത് വല്ലാത്തൊരു സുഹബത്ത്, വല്ലാത്തൊരവസ്ഥയാണല്ലോ. നമുക്കറിയാലോ അതിന്റെ അവസ്ഥ. സാഹിബ് എന്ന കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അപ്പൊ ഖുർആനിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകണം നാം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാളിൽ ആളുകൾ പുനരുജ്ജീവിച്ച് ഇങ്ങനെ വരുന്ന കഥ പറയുന്നുണ്ട്. അപ്പോൾ നബി പറയുകയാണ്, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ. ഖുർആൻ അവന്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടും. അവന്റെ കൂട്ടുകാരൻ നമ്മളാണ്, ആകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ കണ്ടുമുട്ടണമെന്നറിയും? ഹീന യൻഷഖു അൻഹു ഖബ്റഹു. ഖബർ ഇങ്ങനെ പൊട്ടിപ്പിളർന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരിക ചെയ്യാം. അങ്ങനെയാണ്. മഴ പെയ്താലില്ലേ, 2-3 മഴ പെയ്താൽ നമ്മളെ പിന്നെ നിലത്തിലൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നില്ലേ പലതും. നമ്മളിട്ടതൊന്നുമല്ല, നമ്മൾ കൃഷി ചെയ്തൊന്നുമല്ല, അല്ലാത്ത കുറേ സാധനം മുളച്ചു പൊന്തലുണ്ട്. അതേപോലെ മുളച്ചു പൊന്തുക മനുഷ്യൻ ചെയ്യാം. അതാണ്. അങ്ങനെ മുളച്ചു പൊന്തുന്ന സമയത്ത് കറജുൽ ഷാഹിദ്, ഖുർആൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. എങ്ങനെ? ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ആരാ? ഖുർആന്റെ കൂട്ടുകാരനെ ഖുർആൻ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കണം. എന്നിട്ട് ചോദിക്കും, ഹൽ താരിഫുനി, നിനക്കറിയോ എന്നെ? ഒരാൾ ചോദിക്കാം. നമ്മളാകെ ബേജാറിന്റെ കാലം. ആ സമയത്ത് സൂറത്ത് യാസീൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ രംഗം വല്ലാത്തൊരു രംഗമാണ്. ഖബറിൽ നിന്ന് ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് വരുന്ന സമയമാണ്. ഭയങ്കര സമയം. അപ്പോൾ ഒരാൾ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ നിൽക്കണം. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി. സ്വാഭാവികമായി നമ്മൾ പറയും, ഇല്ല, എനിക്കറിയില്ല. അവിടെ ഒരാളെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, ഇല്ല. അപ്പോ ഈ ആള് പറയുകയാണ്, അന സാഹിബുക അൽ ഖുർആൻ, അന സാഹിബുക അൽ ഖുർആൻ. ഞാൻ ആരാണെന്നോ? നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന ഖുർആനാണ്. ആലോചിച്ച് നോക്കൂ, ഖുർആൻ നമ്മുടെ സാഹിബായാൽ നമുക്ക് കിട്ടുന്നത് എന്താന്നുള്ളത്. നമ്മളെല്ലാവരും പേടിയിലായിരിക്കും ആ സമയത്ത്. അമ്പിയാക്കന്മാർ പോലും പേടിയിലായിരിക്കും, ബേജാറായിരിക്കും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് ശുപാർശ ചെയ്യാൻ, നമ്മളോട് സംസാരിക്കാൻ ഒരാൾ അപ്പം ഒന്ന് വർത്താനം പറയാനുണ്ടായാലുള്ള ഒരു ആശ്വാസം ആലോചിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലദീ അൽമഅതുക ഫിൽ ഹവാജിർ. നട്ടുച്ച സമയത്ത് നോമ്പ് നോറ്റിട്ട് ദാഹിച്ചിട്ട് നീ നിൽക്കുന്ന സമയത്ത് നിന്നെ ദാഹിപ്പിച്ചവൻ ഞാനാണ്. നിന്നെ ദാഹിപ്പിച്ചവൻ ഞാനാണ്. ക്ഷീണുണ്ട്, ദാഹണ്ട്, എന്നിട്ടും നമ്മൾ ഖുർആനിലായിരുന്നു. അസ്ഹർതു ലൈലക, ഒരുപാട് നിന്റെ ദീർഘമായ രാത്രികൾ നിന്റെ ഉറക്കമൊഴിപ്പിച്ചവൻ ഞാനാ. ഉറക്കമൊഴിപ്പിച്ചവൻ. നമ്മളെ കൂട്ടുകാരൊക്കെ പലപ്പോഴും നമ്മളെ ഉറക്കമൊഴിപ്പിച്ചിട്ടുണ്ട്. സൊറ പറഞ്ഞിട്ട്, വർത്താനം പറഞ്ഞിട്ട്, കഥ പറഞ്ഞിട്ട്, അല്ലേ?
ഖുർആൻ പറയണേ ഇത്. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഈ ഒരു അനുഭൂതി നമുക്കും കിട്ടണ്ടേ? രണ്ടനുഭൂതികളാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ആഖിറത്തിലെ അനുഭൂതി കേട്ടോ. ഇനി ദുനിയാവിലെ അനുഭൂതികൾ വേറെ പറയാനുണ്ട്. ഈ ഖുർആൻ സാഹിബായാൽ ദുനിയാവിൽ കിട്ടുന്ന അനുഭൂതി, ആസ്വാദനം ഭയങ്കര. ദുനിയാവിൽ, ആഖിറത്തിലല്ല. ഞാൻ ആഖിറത്തിലേക്ക് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അതാണ് നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം എന്നാണ്. നോക്കൂ, നമുക്ക് കിട്ടണ്ടേ ഇത്? കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റമദാൻ നമ്മൾ അതിനുള്ളൊരവസരമാക്കി മാറ്റണം. നമ്മൾ തീരുമാനിക്കണം, ഈ റമദാനോടുകൂടി ഞാൻ ഖുർആനിന്റെ സാഹിബായി മാറും. ഖുർആനിനെ ഞാൻ എൻ്റെ സാഹിബാക്കും, കൂട്ടുകാരനാക്കും, എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലരുമില്ലേ? പലതും ഇല്ലേ? രണ്ടും ഉണ്ടല്ലോ. പലരും എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ വന്നില്ലേ? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ഉമ്മ, ഉപ്പ, സഹോദരി, സഹോദരൻ, ആരൊക്കെയോ ഇല്ലേ നമുക്ക്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല സാധനമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചു മൊബൈൽ ഫോണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ നമുക്കിപ്പോ? ഇല്ലല്ലോ. കണ്ണട ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കണ്ണട വെക്കുന്നവർക്ക്. ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ. ഈ ചോദ്യം സഹോദരങ്ങളെ നമുക്ക് നമ്മോടൊന്ന് ചോദിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനെ പറ്റി എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതില്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? കണ്ണട ഇല്ലെങ്കിൽ, ഭാര്യയില്ലെങ്കിൽ, ഭർത്താവില്ലെങ്കിൽ, ഖുർആനില്ലെങ്കിൽ, അല്പമെങ്കിലും ഖുർആൻ ഓതാതെ കിടക്കുന്ന ഒരു ദിവസം, ഒരു രാത്രി നമ്മൾ അസ്വസ്ഥരായിട്ടുണ്ടോ? ആ ഇഷ്ടപ്പെട്ട ആൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ, ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത വരാറില്ലേ? ഒരു ദിവസം, ഒരു നേരമെങ്കിലും, ഒരു ചെറിയ ഭാഗമെങ്കിലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വല്ല അസ്വസ്ഥതയും വന്നിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം നമ്മളോട്. എപ്പോഴെങ്കിലും സഹോദരങ്ങളെ ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് നാം അത് ആസ്വദിച്ചിട്ടുണ്ടോ? എത്രയെത്ര പ്രിയപ്പെട്ടവരുടെ വർത്തമാനമാണ് നമ്മൾ പകലന്തിയോളം കേൾക്കാനിരിക്കല്, ആസ്വദിക്കല്, അനുഭവിക്കല്, ആസ്വദിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. നമ്മൾ ചോദിക്കണം നമ്മളോട് ഈ ചോദ്യം, വീണ്ടും ചോദിക്കണം സഹോദരന്മാരെ. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടല്ലേ? നമ്മളൊക്കെ നേടിയ പട്ടിക എഴുതാനിരുന്നാൽ തീരോ? അത്രമാത്രം നേടിയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ അല്പമെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടോ? കുറച്ചെങ്കിലും ഖുർആൻ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ വെറുതെ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മളൊക്കെ ഓരോരുത്തരോട് ചോദിക്കുക. എന്നിട്ട് ഇതിനൊക്കെ ഉത്തരം നോ എന്നാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി നോക്കുക നമ്മുടെ ഉള്ളിലേക്ക്. നമുക്കൊരു ഖേദം വരുന്നുണ്ടോ? ഓ, ഇങ്ങനെയൊന്നും ആയില്ലല്ലോ ഞാൻ. ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് അള്ളാഹു അവന്റെ കലാമിന്റെ സാഹിബായി മാറാൻ അള്ളാഹു അവസരം നൽകും. തീർച്ചയായും നൽകും. അള്ളാഹു നൽകുമാറാകട്ടെ. നാം മനസ്സിലാക്കണം സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷനാണ് റമദാൻ എന്ന് പറയുന്നത്. ഒരുപാട് വാർഷിക ആഘോഷങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഖുർആനിന്റെ വാർഷിക ആഘോഷമാണ് റമദാൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. അങ്ങനല്ലേ? ഓരോന്നിന്റെയും വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ കൂടെ അല്ലാണ്ട് നിൽക്കണം. ഖുർആൻ നമുക്ക് വായിച്ചു വിട്ടാൽ പോരാ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വായിച്ചൊഴിവാക്കുകയല്ല വേണ്ടത്. ഞാൻ എത്ര വായിച്ചു തീർത്തു എന്നല്ല പറയേണ്ടത്. വായിച്ചെടുക്കണം. ഖുർആൻ നമുക്ക് എടുക്കണം. ഓതി തീർക്കല്ല. ഞാൻ ഇത്ര പേജുകൾ വായിച്ചു തീർത്തു, ഇത്ര പുസ്തകം വായിച്ചു തീർത്തു അല്ല.
ഞാൻ ഇത്ര പേജുകൾ വായിച്ചിട്ട് എനിക്ക് കിട്ടി. അതാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ വെച്ചാൽ ഖുർആനിലേക്ക് നമ്മളെ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ സത്യത്തിലൊരു ചരട് പൊട്ടിയ പട്ടം പോലെയുണ്ട് മനുഷ്യന്മാർ മുഴുവൻ. നിങ്ങൾ കാണുന്നില്ല, ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ നമുക്ക് പേടിയാണ് പത്രം നോക്കാൻ. എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, അഭ്യസ്തവിദ്യരായ കുട്ടികളുടെ റൂമുകൾക്കുള്ളിലുള്ള സാധനങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത മക്കൾ കാണില്ലേ? ആലോചിച്ചു എവിടെ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സംഗതികളിലുമാണ് ചെന്ന് വീഴുന്നത്. നിരാശയിൽ അങ്ങേയറ്റം നിരാശരാണ് പുതിയ സമൂഹം, പുതിയ കുട്ടികൾ. കാണുകയാണ് ഓരോ ദിവസവും നിരാശ തീർക്കാനുള്ള മാർഗം ആത്മഹത്യയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കൂ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീരാൻ ജ്യോത്സ്യന്മാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും അടുത്ത് ചെന്ന് അവര് പറയുന്നതാണ് ശരി എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ ആലോചിക്കൂ, സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരെ അറുത്ത് മുറിക്കുവാനും കിണറ്റിലെറിയാനും ഇങ്ങനെയൊക്കെ കൊന്നുകളയാൻ ഒരു മടിയുമില്ലാത്ത സമൂഹം എവിടുന്നാ വന്നത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങേണ്ട സമയമാണിത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നമുക്ക് ഉച്ചസ്ഥിരം പറയാൻ കഴിയണം, നമ്മുടെ ഉള്ളിൽ ആ വികാരമുണ്ടാകണം. ഈ ഖുർആൻ മാത്രമാണ് ഏറ്റവും നേരായ ചൊവ്വായ ദിശയിലേക്ക്, മാർഗത്തിലേക്ക് കൊണ്ടുപോവുക. വേറെ ആർക്കും കഴിയില്ല, വേറെ ഒന്നിനും കഴിയില്ല. ഏക പരിഹാരം ഖുർആനാണ്. ആ ഖുർആനിലുണ്ട് എല്ലാത്തിനുമുള്ള മറുപടി. പ്രതിസന്ധികളുടെ മുമ്പിൽ എന്തു ചെയ്യണം, പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യണം, എന്റെ ആശകൾ പൂർത്തിയാകാതെ വരുമ്പോൾ എന്തു ചെയ്യണം, മുഴുവൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ അതാ. ഖുർആനിന്റെ 3% മാത്രമാണ് നിങ്ങളറിയോ കൽപ്പനകളും വിലക്കുകളും ഉള്ളത്. 3%. ബാക്കി മുഴുവൻ ഇതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ഖുർആനുമായി നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിച്ചു നിർത്താം. സഹാബികൾ അങ്ങനെയായിരുന്നു. ഖുർആനിന്റെ ഒന്നാമത്തെ കസ്റ്റമേഴ്സ് അവരാണല്ലോ, ഒന്നാമത്തെ ഉപഭോക്താക്കൾ സഹാബത്തായിരുന്നു. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും യസ്അലൂനക എന്ന് പറഞ്ഞ കുറേ സാധനം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, യസ്അലൂനക അനിൽ യതാമ. നിങ്ങൾക്കറിയാം എന്താ യസ്അലൂനക എന്ന് പറഞ്ഞാൽ? അവർ നിന്നോട് വന്ന് ചോദിക്കുന്നു എന്ന. ആരാണ് അവർ? ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സമൂഹം. ഇവിടെ നീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുകയാണ്, ഓരോ വിഷയത്തിലും അഭിപ്രായം ഒന്ന് ചോദിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി പറയണം, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ നോക്കൂ, ഖുർആനിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമില്ല. അതാണ് ഖുർആൻ. അതുകൊണ്ടാണല്ലോ സഹാബികൾ ഖുർആൻ പഠിച്ച രീതി നമ്മൾ പഠിച്ചിരുന്ന വളരെ വ്യത്യസ്തമായി. സഹാബികളുടെ രീതി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നുണ്ട്. കുന്നാ ഇദാ തഅല്ലംനാ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആയാത്തിൻ മിനൽ ഖുർആൻ ലം നതഅല്ലം മിനൽ 10 അല്ലതി ഉൻസിലത് ബഅദഹാ. ഞങ്ങൾ 10 ആയത്ത് 10 സൂക്തം പഠിച്ചാൽ അതിന്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാതെ അടുത്ത 10ലേക്ക് ഞങ്ങൾ പോയിരുന്നില്ല. നാം അപ്പൊ മനസ്സിലായില്ല, ഇത് എന്തിനുള്ള? ഇത് വായിച്ച് തള്ളാനുള്ളതല്ല, ഇത് ഉൾക്കൊള്ളാനുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, സൂറത്തുൽ ബഖറ അദ്ദേഹം പഠിച്ചത് 12 വർഷം കൊണ്ടാണ്. 12 വർഷം കൊണ്ട്. നമ്മളൊരൊറ്റ ഇരിപ്പിലിരുന്ന് തീർക്കൂലേ? 12 വർഷം കൊണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ അതിനുള്ളതാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓതി വെച്ച വചനം നിങ്ങൾ കേട്ടിരിക്കും.
നിങ്ങൾ ഖുർആനിനെ മറിച്ചു നോക്കുമ്പോൾ അത്ഭുതം ഖുർആനിൽ ഞാൻ കാണിച്ചു തരാം. ഖുർആനിലെ അലിഫ് ലാം റാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കുറെ അധ്യായങ്ങളുണ്ട്. 4 അധ്യായങ്ങളുണ്ട്. അലിഫ് ലാം റാ. ഇനി നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ ശേഷം മുഴുവൻ പറയുന്നത് ഖുർആനെ കുറിച്ചാണ്. അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. സൂറത്ത് യൂനിസ് 10-ാമത്തെ അധ്യായമാണ്. തിൽക ആയാത്തുൽ കിതാബിൽ, ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ട്. രണ്ടാമത് കാണാം സൂറത്ത് ഹൂദ് 11-ാമത്തെ അധ്യായം. അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഭയങ്കര വാക്കാ, ഞാനതാണ് നിങ്ങളെ കേൾപ്പിച്ചത്. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത? ഉഹ്കിമത് ആയാതുഹു, അതിലെ വചനങ്ങളൊക്കെ ആശയഭദ്രതയുള്ളതാണ്. ഒരു മനുഷ്യനും അതിന്റെ ഭദ്രതയെ നശിപ്പിക്കാനോ പൊട്ടിക്കാനോ തകർക്കാനോ കഴിയില്ല. അതാണ് സുമ്മ ഫുസ്സിലത്. ആശയഭദ്രതയുള്ള കേവല വചനങ്ങൾ മാത്രമല്ല, പിന്നീട് അവ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അനേകായിരം ഉദാഹരണങ്ങൾ, മനുഷ്യന് ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഉപമകൾ ഖുർആനിലുണ്ട്. അതിശക്തമായ ഉപമകൾ. എന്താ കാരണം? മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അത് ഹക്കീമായ ഖബീറായ, എല്ലാം അറിയുന്ന, എല്ലാറ്റിനെക്കുറിച്ചും യുക്തിബോധമുള്ള ഹക്കീം. അതാണ് ഖബീറായ. ഖബീർ എന്ന് പറഞ്ഞാൽ ഖിബ്രത്താണ്, എക്സ്പീരിയൻസ് നോളജാണ് ഖിബ്രത്ത് പറഞ്ഞത്. സാധാരണ ഒരു അറിവല്ല, അങ്ങനെയുള്ള അറിവുള്ള റബ്ബിൽ നിന്നുള്ളതാണ് അത്. ഈ അലിഫ് ലാം റാ എന്ന് പറഞ്ഞുകൊണ്ട് 5 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. തുടങ്ങുന്ന 5 അധ്യായങ്ങളും ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. സൂറത്ത് യൂസുഫ് അങ്ങനെയാണ്. അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബ്, 12-ാമത്തെ അധ്യായം. 10, 11, 12. ഇനി 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക്. കിതാബാണ്. 15-ാമത്തെ അധ്യായം അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10, 11, 12, 14, 15. നിങ്ങൾ എണ്ണി നിങ്ങൾ മുസാഫ് എടുത്ത് നോക്കണം. അത്ഭുതമാണ്. കാരണം അത്രയും സംഭവ ബഹുലമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സൂറത്ത് ഷൂറയിലെ 52-ാമത്തെ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. കദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. റസൂലിനോട് പറയാം, റസൂലെ, നാം നിങ്ങൾക്ക് റൂഹിനെ വഹയായി നൽകുന്നു എന്നാണ്. എന്താ റൂഹ് പറഞ്ഞാൽ? റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ജീവൻ. അതിനാണ് റൂഹ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, റൂഹ് പോയി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, റൂഹ് എന്ന്. ഖുർആനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കിക്കൊടുക്കുമ്പോ അല്ലാഹു തആല പറയുന്നത് റൂഹൻ മിൻ അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം ഒരു റൂഹിനെ നാം നിനക്ക് നൽകുന്നു. എന്തുകൊണ്ടാണ് ഇവരെ റൂഹ് എന്ന് ഖുർആനിനെ വിളിച്ചത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ലിഅന്ന റൂഹ യുഹ്യാ ബിഹിൽ ജസദ്. കാരണം ആത്മാവ് കൊണ്ടാണ് ശരീരത്തിന് ജീവൻ കിട്ടുന്നത്, ആണല്ലോ. അതുപോലെ വൽ ഖുർആൻ തുഹ്യാ ബിഹിൽ ഖുലൂബ്. ഖുർആൻ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ജീവൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് റൂഹ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ ഒരുപാട് നന്മകളെ ഖുർആനിലുള്ളൂ, തിന്മകളിലില്ല. തിന്മകളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നേയില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നന്മകളെ ചെയ്യാൻ, നന്മകളെ പ്രേരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ ഇത് ഹൃദയത്തിനുള്ള ഒരു ചൈതന്യമാണ്. ഞാനതാ പറഞ്ഞത്, ദുനിയാവിൽ നിന്നിത് കിട്ടും. ഖുർആൻ, നമ്മൾ ഈ രീതിയിൽ ഖുർആനെ സമീപിക്കാൻ ശ്രമിച്ചാൽ ഖുർആൻ നമുക്ക് നൽകുന്ന ബർക്കത്ത് നമ്മൾ അനുഭവിക്കും, ദുനിയാവിൽ വെച്ച് അനുഭവിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ നൽകിയ മറ്റൊരു വിശേഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കിക്കൊടുപ്പോൾ പറഞ്ഞ മറ്റൊരു വിശേഷണം, ഖുർആൻ നൂറാണ് എന്നാണ്, പ്രകാശം, വെളിച്ചം. അതാണ്. ഇവര് ഇരുട്ടിൽ തപ്പിയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വല്ലാതെ ഇരുട്ടുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ അനുഭവപ്പെടുക, ജീവിതം ഇരുട്ടായി. നമ്മൾ അങ്ങനെ ഇരിക്കും. ഖുർആൻ എന്ന കൂട്ടുകാരൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ
ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റാവുന്ന വെളിച്ചം നമുക്ക് കിട്ടും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാ, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ജഅൽനാഹു നൂറൻ. നബിയെ, താങ്കൾക്ക് എന്താണ് വേദമെന്നറിയുമായിരുന്നില്ല, എന്താണ് വിശ്വാസമെന്നറിയാമായിരുന്നില്ല. അങ്ങേക്ക് ഞാൻ നൂറിനെ തന്നില്ലേ എന്ന്. പ്രകാശം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞ എന്താ? ലോകത്തുള്ള എല്ലാവരെയും വെളിച്ചത്തിലേക്ക്, നന്മയിലേക്ക് കൊണ്ടുപോകാവുന്ന വെളിച്ചം. സൂറത്ത് ഇബ്രാഹിം അങ്ങനെ തുടങ്ങിയത് തന്നെ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക് തുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ നിനക്ക് നൽകുന്നതാണ് നബിയെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരങ്ങൾ അകറ്റാൻ ഖുർആൻ എന്ന നൂറിന് കഴിയും. നമ്മൾ മനസ്സിലാക്കണം, ഹൃദയത്തിൽ അന്ധകാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിങ്ങിപ്പൊട്ടിപ്പോകുന്നത്, അല്ലെ? പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിങ്ങിപ്പൊട്ടിപ്പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നത്. ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ഈ ഖുർആനിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ നമുക്കാവണം. ഈ റമദാനിൽ സഹോദരങ്ങളെ നമ്മളതിന് ശ്രമിക്കണം. അതാണ് ഖുർആൻ മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് നൽകിയ മറ്റൊരു വിശേഷണമുണ്ട്. അത് ഖുർആൻ ഷിഫയാണ് എന്നതാണ്. ഷിഫ ആണ് ഖുർആൻ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. മൗഇദത്താണ്, അതൊക്കെയാണ്. കാരണം എന്താ? നമുക്കറിയാം ഇതിൽ കുറെ ഉപദേശങ്ങളാണുള്ളത്. അതുപോലെ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഷിഫയാണ്, ഔഷധമല്ല, ഷിഫയാണ് ഖുർആൻ. ഷിഫയാണ്. നിങ്ങൾ ടെസ്റ്റ് നടത്തേണ്ട സാധനമല്ല ഖുർആൻ. ഷിഫയാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ ഔഷധത്തിന്റെ പോസിറ്റീവായ ഔട്ട്പുട്ടാണല്ലോ ഷിഫ എന്ന് പറഞ്ഞാൽ. രോഗം സുഖമാകലാണെന്ത്? ഷിഫ. ചികിത്സിക്കലല്ല എന്ത്? ഷിഫ. ഷിഫയാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോഴും ചിന്തിക്കണത് നമ്മൾക്ക് ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള രോഗങ്ങൾക്ക് ശിഫയായി മാറിയിട്ടുണ്ടോ? മാറണ്ടേ? ഒരുപാട് രോഗങ്ങൾ ഹൃദയത്തിനെ ഫിസിക്കലി ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഹൃദയത്തിനകത്ത് ഒരു ഫിസിക്കൽ എക്സാമിനിലൂടെ കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട്. നമ്മുടെ എക്സ്റേയോ അല്ലെങ്കിൽ നമ്മുടെ ECG ഒന്നും എടുത്താൽ കാണാത്ത ഒരുപാട് രോഗങ്ങൾ. നമുക്കറിയാലോ നമ്മുടെയൊക്കെ രോഗങ്ങൾ എന്താണെന്നുള്ളത്. ഒരുപാട് രോഗങ്ങൾ. ഇതിലൊന്നും ഇത് കാണൂല, ഒറ്റ ഡോക്ടർക്കും കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഡോക്ടർമാർ തന്നെ പലപ്പോഴും, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര അത്ഭുതമാണ്, ഡോക്ടർമാർക്ക് തന്നെ പലപ്പോഴും ജീവിതം ഇടുങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ഇത് കാണാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് സഹോദരന്മാരെ ഖുർആൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണ്. ഈ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം ഈ റമദാനിൽ. ഞാൻ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 3 സഹോദരങ്ങളെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ ഇത് വല്ലാത്ത ഒരു ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഖുർആനിലേക്ക് വരണം ആളുകൾ, ഖുർആനിനെ കാണണം, ഖുർആനിനെ ഉൾക്കൊള്ളണം. അതിലേക്ക് എത്തിയാൽ സുബ്ഹാനല്ലാഹ് 23 കൊല്ലം കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളെ മാറ്റിയത്. അത് നബിയുടെ കഴിവല്ലല്ലോ. ഖുർആൻ എടുത്തു പറഞ്ഞു, നബിയെ നിങ്ങളുടെ കഴിവല്ല. നബിയുടെ കയ്യിൽ വല്ല മാജിക് സ്റ്റിക്കും ഉണ്ടായിരുന്നു? ഇല്ല. ഖുർആനാണ് മാറ്റിയത്. ഖുർആൻ ജാഹിലിയ, നമ്മൾ ആ കാലഘട്ടത്തിനെ പറഞ്ഞത് ഡാർക്ക് ഏജ് എന്നല്ലേ. ആ കാലഘട്ടം തന്നെ അതാ, ഇരുണ്ട കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം. എന്തൊക്കെ തോന്നിയാസ ചെയ്തിരുന്നു നിങ്ങൾ ആലോചിച്ചു. വല്ല അതിരുണ്ടായിരുന്നോ തോന്നിയാസത്തിന്? മനുഷ്യന്മാരെ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ഒരു സമൂഹം അല്ലേ? നിങ്ങൾ ആലോചിച്ചു. എങ്ങനെയാണ് അവരെ ഷേപ്പ് ചെയ്തെടുത്തത് നിങ്ങൾ ആലോചിച്ചു. ഇത്ര മനോഹരമായാണ് അല്ലേ? അന്ന് അവരുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളെ ഇസ്ലാം ബ്ലേഡ് വെച്ചത്. ഒന്ന് കള്ളും, രണ്ടാമത്തേത് പലിശയും. രണ്ടും ധൈര്യപ്പെടുവോ? പക്ഷെ എത്ര കൃത്യമായിട്ടാണ്, വളരെ ഗ്രാജുവലായി ഖുർആൻ കള്ളിനെ ഒഴിവാക്കി.
നമ്മളിപ്പോ പറയണ്ടല്ലോ ഇത് നിരോധിക്കാൻ പറ്റില്ല, അത് ഭയങ്കര പ്രശ്നമാണ് നിരോധിച്ചാൽ. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഓരോ ദിവസവും കാണുകയാണ് എല്ലാ മക്കളും എന്റെ മാതാപിതാക്കളെ കൊല്ലാൻ അല്ലെങ്കിൽ മക്കൾക്ക് കഴിയുമോ കൂട്ടരെ? എന്താ കാരണം? ഈ സാധനത്തിന് അടിമപ്പെട്ടിട്ടല്ലേ? എല്ലാവരും പറയുന്നു അതാ കാരണം, എല്ലാവരും പറയുന്നു അതാ കാരണം. പക്ഷേ നമുക്ക് നിരോധിക്കാൻ ധൈര്യമില്ല. എന്താ ധൈര്യമില്ലാത്തത്? എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നാണ്. നിങ്ങൾക്കറിയോ, പരിശുദ്ധ ഖുർആൻ വളരെ ഗ്രാജുവലായി, അത് അറബികളുടെ അവരുടെ ജീവന്റെ ഭാഗമായിരുന്നു കള്ള് എന്ന് പറഞ്ഞ സാധനം. ഞങ്ങളെ മരിച്ചാല് ഒരു മുന്തിരിവള്ളിന്റെ താഴെ ആണ് കബറടക്കേണ്ടത്, അല്ലെങ്കിൽ കബറിന്റെ മേലൊരു മുന്തിരിവള്ളി നടണം, എന്നിട്ട് ആ മുന്തിരിയിൽ നിന്നാണ് കള്ളുണ്ടാക്കിയിരുന്നത്. അപ്പൊ അതിൽ കൂടെ ഇങ്ങനെ കള്ളൊഴുകി വരണം എന്ന് പറഞ്ഞിരുന്ന സമൂഹമാണ്. അത്രയും അവരോട് ഖുർആൻ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് മതിയാക്കാൻ സമയമായില്ലേ എന്ന്. അന്നെന്താ സംഭവിച്ചത്? അവരൊറ്റ ചോദ്യം ഉണ്ടായുള്ളൂ. നിറച്ചു വെച്ച കള്ളിന്റെ വീപ്പുകളൊക്കെ അടിച്ചു പൊളിച്ചു, നശിപ്പിച്ചു. ആരും ചോദിച്ചില്ല. അതായിരുന്നു. പലിശയും അപ്രകാരം തന്നെ. ഇന്നിപ്പോ ഇതാണല്ലോ രണ്ടാമത്തെ കാര്യം. ഈ മനുഷ്യന്മാര് മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ സാമ്പത്തിക പ്രയാസം. എന്താ പ്രശ്നം? ജപ്തി, നോട്ടീസ്, മറ്റത് മറിച്ചത്. അടിസ്ഥാനം എന്താ? പലിശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബത്തിലെ പലിശകൾ ദുർബലമാക്കിക്കൊണ്ടാ പ്രഖ്യാപിച്ചത്. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. സ്വന്തം കുടുംബത്തിലെ പലിശകൾ ഒഴിവാക്കിയിട്ട് നബി പ്രഖ്യാപിച്ചു, ഇതാ അള്ളാഹ് പറഞ്ഞതിന്റെ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ ഒഴിവാക്കണം. ഒരു പ്രശ്നം ഉണ്ടായില്ല, ആർക്കും ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല സാമ്പത്തിക ക്രമമായി പറയുന്നത് ഇസ്ലാമിക സാമ്പത്തിക ക്രമമല്ലേ? അല്ലേ? ഇസ്ലാമിക് വിൻഡോ ഇല്ലാത്ത ഏത് നാഷണലൈസ്ഡ് ബാങ്കാണുള്ളത് ലോകത്ത്? എന്തേ കാര്യം? അതാണ് ശരി, അതാണ് പ്രകൃതിയോട് യോജിച്ചു വരുന്നത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല? അത് ഇതാ കാരണം. ഇത് ഖുർആനിനോട് അവർ ആ രീതിയിൽ സമരസപ്പെട്ട് ജീവിച്ചു. ഇതേ പരിഹാരമുള്ളൂ, ഇതല്ലാത്തൊരു പരിഹാരമില്ല. ഈ പരിഹാരം സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നമ്മളതാ മനസ്സിലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഖുർആൻ നമ്മളെ സ്വാധീനിക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിന് ഈ റമദാൻ തുടങ്ങുന്നതോടുകൂടി എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുടുംബ സദസ്സുകൾ ഉണ്ടാകണം. ഖുർആനിന്റെ കുടുംബ സദസ്സുകൾ ഈ റമദാനിൽ ഒരധ്യായമെങ്കിലും ഞങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കും എന്ന് തീരുമാനിക്കണം. ഒരു സമയം കണ്ടെത്തതിന്. അള്ളാഹുവിന്റെ ബർക്കത്ത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. സാധിക്കണം. ആരും പറയല്ലേ ഞങ്ങൾക്ക് സാധിക്കൂല എന്ന്. ഇത് മുഴുവൻ ബർക്കത്താ. ഈ മുബാറക്കുന്നല്ലേ പറഞ്ഞത്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുന്ന് പറഞ്ഞല്ല, അതിൽ കുറെ തിയറി ഉണ്ട് എന്നല്ല, അതിൽ കുറെ സയൻസ് ഉണ്ട് എന്നല്ല. നമ്മളിപ്പോഴും അവിടെ ഇരിക്കണേ. ഇതിൽ കുറെ തിയറി ഉണ്ട്, സയൻസ് ഉണ്ട്. സയൻസ് അന്ന് പറഞ്ഞത്, സയൻസ് പണ്ട് ഇപ്പൊ പറയുന്നത് ഖുർആൻ അന്ന് പറഞ്ഞു. നോ, അതൊന്നുമല്ല നമ്മളെ വിഷയം. ഇത് മുബാറക്കാണ്. ഇതിൽ ബർക്കത്തുണ്ട്. ഈ ബർക്കത്ത് നമുക്ക് കിട്ടണം. അതാണ് വേണ്ടത് സഹോദരന്മാരെ. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങുക. നമ്മൾ സത്യത്തിൽ എന്താ വെച്ചാൽ റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് റമദാനിൽ ഉണ്ടാകില്ലെങ്കിൽ എന്താ അർത്ഥം അതിനുള്ളത്? അതുകൊണ്ട് ഗൗരവത്തോടുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ റമദാൻ നമുക്ക് ഖുർആനിന്റെ റമദാനാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക ലോകം വിശാലമായി. മദീനയിൽ പല നാടുകളിൽ നിന്നുമുള്ള നികുതി പണം കൊണ്ടുവന്നു. ഒരുപാടുണ്ട്. അപ്പൊ ഈ നികുതി പണവുമായി ഉദ്യോഗസ്ഥർ വന്നപ്പോ ഇത് പരിശോധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോ നികുതി വിധിക്കുന്ന വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ മിൻ ഫദ്ലില്ലാഹി വറഹ്മതി. അമീറുൽ മുഅ്മിനീൻ, ഇത് നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഫദ്ലാണ്, ഔദാര്യമാണ്, റഹ്മത്താണ്. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു,
കദബ്ത്, നീ പറഞ്ഞത് ശരിയല്ല, കളവാണ്. എന്തേ? സമ്പത്ത് ഫളലല്ലേ? പൈസ ഉണ്ടാകുക എന്നുള്ളത് റഹ്മത്തല്ലേ, ഫളലല്ലേ? അതറിയാത്തത് കൊണ്ടായിരുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹം ആ മനുഷ്യനെ തിരുത്തുകയായിരുന്നു. ആ മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു, ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു അൽ ഖുർആൻ. അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. എന്നിട്ട് സൂറത്ത് യൂനുസിലെ 2 വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തു. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയോട് പറഞ്ഞതാ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ഏതാണ് ഫദ്ല്? ഏതാണ് റഹ്മത്ത്? അതാണ് ഖദ് ജാഅത്കും മൗഇദത്തും എന്ന് പറഞ്ഞ്, ഇതാ നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു മൗഇദത്ത്, ഒരു സതുപദേശവും ഒരു ശിഫയും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനാണെന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഫബിദാലിക ഫല്യഫറഹു, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഈ ഖുർആൻ കൊണ്ടായിരിക്കണം. ഇതിന്റെ സാഹിബാകാൻ, ഇതിന്റെ ആളാകാൻ, ഇത് വായിക്കുന്നവനാകാൻ, ഇത് പഠിക്കുന്നവനാകാൻ, ഇത് ഉൾക്കൊള്ളുന്നവനാകാൻ, ഇത് ജീവിതത്തിലെ ഗൈഡ് ലൈൻ ആക്കുന്നവനാകാൻ എനിക്ക് സാധിച്ചു എന്നതിൽ സന്തോഷിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഹുവ, അതാണ് ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ എന്തൊക്കെ വാരിക്കൂട്ടിയാലും സമ്പാദിച്ചാലും ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാളൊക്കെ ഖൈറ് ഏതാ? ഖുർആൻ. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ഇന്നെന്താ നമ്മുടെ കഥ? എന്താ? ബിസിനസ് കൊണ്ട് സന്തോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ, നല്ല മക്കളിൽ സന്തോഷിക്കുന്നവരില്ലേ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല വീട് അല്ലേ? ഇതിലൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. നല്ല ജീവിതം, നല്ല ഭക്ഷണം അല്ലേ? നമ്മൾ സന്തോഷിക്കണം. ദുനിയാവിലെ ജീവിതത്തിൽ കിട്ടാൻ, ദുനിയാവിലെ വിഭവങ്ങൾ കിട്ടാൻ നമ്മൾ ഭയങ്കരമായി അധ്വാനിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. സന്തോഷിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ വേണം, ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നമ്മുടെ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷമുണ്ടാകേണ്ടത് ഖുർആൻ നമുക്ക് കിട്ടുമ്പോഴാണ്. ഖുർആൻ നമുക്ക് കിട്ടുമ്പോൾ, ദുനിയാവിലല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഖുർആൻ അല്ലല്ലോ അത്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ തീരും, ഇത് ഇവിടെ അവസാനിക്കും. അതുകൊണ്ടാണല്ലോ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? എന്നല്ല അൽ-കഹ്ഫ് എല്ലാവരും ഓതിയില്ലേ? വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ. ഉദാഹരണം എന്താ? വെള്ളം പോലെയാണ്. എന്താ വെള്ളം എന്ന് പറഞ്ഞാൽ? അതൊരു സ്ഥലത്ത് നിൽക്കൂല, അതങ്ങനെ ഒഴുകിപ്പോവും അല്ലേ? അതിനൊരു ഷേപ്പില്ല. ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് അതായിരിക്കും അതിന്റെ ഷേപ്പ് അല്ലേ? അത് അധികമായാൽ പ്രശ്നമാണ്. വെള്ളം അല്ലേ? വെള്ളപ്പൊക്കം വന്നാൽ പ്രശ്നമാണ്. ആവശ്യത്തിന് കിട്ടിയെങ്കിൽ എന്താ ഉള്ളൂ? ഉപകാരപ്പെടുള്ളൂ. എന്തും മനോഹര അള്ളാഹുവിന്റെ ഉപമകളൊക്കെ അറിയാം. നമുക്ക് ബോധ്യാകാൻ വേണ്ടിയാ വെള്ളം എന്ന് പറഞ്ഞ് ഉപമ പറഞ്ഞു തന്നത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യമാണ്. എന്താ വെച്ചാൽ, ഈ സാധനം നമുക്ക് കിട്ടണം, ഈ ഖുർആൻ നമുക്ക് കിട്ടണം, നമ്മുടെ സാഹിബാകണം. ഖുർആൻ പഠിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. എനിക്ക് സമയമല്ല എന്നാരും പറയരുത്. സമയം തന്നത് റബ്ബ, ആയുസ് തന്നത് റബ്ബ, ഓരോ സെക്കൻഡുകളും തരുന്നത് റബ്ബ, ശ്വസിക്കാനുള്ള വായു തരുന്നത് റബ്ബ, ആരോഗ്യം തരുന്നത് റബ്ബ. എന്നിട്ട് ആ റബ്ബ് ആദാ കിതാബുൻ അൻസൽനാഹു ഇലൈക എന്ന് പറഞ്ഞ ഈ കിതാബ് വായിക്കാനോ പഠിക്കാനോ എനിക്ക് സമയമില്ല എന്നാരും പറയരുത്. എല്ലാവരും ശ്രമിക്കണം. 5 ആയത്തേ പഠിച്ചിട്ടുള്ളൂ, 4 ആയത്തേ പഠിച്ചിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഏറ്റവും ചുരുങ്ങിയ സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ മൊത്തം എന്താണ് എന്നെങ്കിലും നമ്മൾ ഗ്രഹിക്കണം. അതിനുള്ള അവസരം നിങ്ങൾ ആലോചിച്ചുണ്ടാക്കണം. ഖുർആനിലെ ഒരു അധ്യായം എന്ത് പറയുന്നു നമുക്ക് അറിയണ്ടേ? ഇത് അള്ളാഹു നമ്മിലേക്ക് അയച്ച ഒരു മെസ്സേജ് അല്ലേ?
ആ മെസ്സേജിൽ എന്താണുള്ളത് നമ്മൾ അറിയണ്ടേ. അൽ ബഖറ വലിയ സൂറത്താ, അതുകൊണ്ട് എനിക്ക് സമയമല്ല. നോ, പറ്റൂല. അപ്പൊ ആ മെസ്സേജ് കിട്ടുമോ? അതുകൊണ്ട് ആ മെസ്സേജ് ഏറ്റവും ആ മെസ്സേജിന്റെ ഒരു സമ്മറിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ, ഒരു രത്ന ചുരുക്കമെങ്കിലും കിട്ടണ്ടേ. നമ്മൾ ആലോചിക്കണ്ടേ അതിനെക്കുറിച്ച്. 114 അധ്യായങ്ങളല്ലേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ. അതിന്റെ ഒരു സമ്മറി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എളുപ്പല്ലേ, കിട്ടൂലേ? നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടോ സഹോദരന്മാരെ? നടക്കാതെ പോയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ റമദാനിൽ എല്ലാവരും ആഗ്രഹിക്കുക, എനിക്ക് ഖുർആന്റെ ഒരു സമ്മറി കിട്ടണം. ആഗ്രഹിച്ചാൽ മതി, അവിടെ എത്തും. ഒരു സംശയം വേണ്ട, നിങ്ങൾ ആഗ്രഹിച്ചു നോക്ക്, അത് കിട്ടും. ഈ റമദാനിലൂടെ എനിക്ക് ഖുർആനിന്റെ ഒരു രത്ന ചുരുക്കം കിട്ടണമെന്ന് വല്ലാഹി ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി ആഗ്രഹിച്ചു നോക്കൂ. എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ, അല്ലാഹു തആല എത്തിക്കും. എങ്ങനെയൊന്നും എനിക്കറിയില്ല, എത്തിക്കും, ഒരു സംശയമാണ്. കാരണം അതിനുള്ളതാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനിനെ നമുക്ക് ആഘോഷിക്കണം. ഈ റമദാനിൽ ഈ രീതിയിൽ ഖുർആനെ ആഘോഷിക്കണം. എന്നിട്ട് ഞാൻ 2 അനുഭവം പറഞ്ഞിട്ടുള്ളൂ, ഇനി ഒരുപാട് അനുഭവങ്ങൾ. 2 അനുഭവം പറഞ്ഞല്ലോ. മരിച്ചിട്ട് ഖബറിന്ന് എഴുന്നേറ്റ് ചെല്ലുമ്പോഴുള്ള ഒരു അനുഭവമുണ്ട്. 2ാമത്തേത് അല്ലാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിച്ചാൽ, തൗഫീഖ് നൽകട്ടെ, എത്തിച്ചാൽ ഉള്ളൊരനുഭവം. ഇതൊന്നല്ല, ഒരുപാട് പറയാനുണ്ട് ഖുർആന്റെ അനുഭവം. അത്യത്ഭുതകരമാണ്. അല്ലാഹു തആല നിങ്ങൾ ആഗ്രഹിക്കുക, എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുക. ഈ ഖുർആൻ മനസ്സിലാകാതെ ഞാൻ പോകരുത് ഇവിടുന്ന്, ഖുർആന്റെ ഉള്ളടക്കം അറിയാതെ ഞാൻ പോകരുത്, ഞാൻ പോയാൽ ഞാൻ വലിയ നഷ്ടക്കാരനായിരിക്കും എന്ന ഒരു ചിന്തയോടുകൂടി ആഗ്രഹിക്കുക. അല്ലാഹു തരും. അല്ലാഹു ഖുർആനെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമാക്കും, നമുക്ക് ശിഫയാക്കും, നമുക്ക് വഴികാട്ടിയാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടും കയറൂല. നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ നമ്മുടെ കുടുംബത്തിന്റെയോ ജീവിതത്തിൽ ഒരു ഇരുട്ടും കയറൂല. നമ്മുടെ വീട്ടിലൊക്കെ ബർക്കത്ത് വരും. നമ്മുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു ബർക്കത്ത് തരും. അത്രമാത്രം അതിലെ അക്ഷരങ്ങൾ, അതിലെ ശബ്ദങ്ങൾ പോലും ബർക്കത്തുള്ളതാണ്. ശബ്ദങ്ങൾ പോലും. അതുകൊണ്ടാണ് കേൾക്കാൻ പറഞ്ഞത് അല്ലേ? ഖുർആൻ പാരായണം ചെയ്ത് കേട്ടാൽ അൻസിതു, എന്നാലോ ലഅല്ലക്കും തുർഹമൂൻ, അതിൽ കൂടെ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. കേട്ടാ മതി. സുബ്ഹാനല്ലാഹ്, അത്ര നല്ലൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടായിട്ട് സഹോദരന്മാരെ, നമ്മളിത് ഒഴിവാക്കി പോകാൻ പാടുണ്ടോ? പ്രത്യേകിച്ചും ഇങ്ങനൊരു മാസം ഇതിനായി നമുക്ക് തന്നിട്ട് അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുക, കൊതിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. റഹ്മാനുർ റഹീമായ റബ്ബ് നമ്മളൊക്കെ അസ്ഹാബുൽ ഖുർആനിന്റെ, അഹ്ലുൽ ഖുർആനിന്റെ ആളുകളാക്കി മാറ്റി തരുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹവും സത്യസന്ധമാണ് റബ്ബേ, സത്യസന്ധമാണ്. ഈ ആഗ്രഹം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ ഖുർആൻ ഞങ്ങളുടെ കൂട്ടുകാരനായി, ഖബറിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരനായി, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന സുഹൃത്തായി ഞങ്ങൾക്ക് ഈ ഖുർആൻ ഉണ്ടാകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ആരും ശുപാർശ പറയാനില്ലാത്ത സമയത്ത് ഈ ഖുർആൻ ശുപാർശ പറയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ സ്റ്റെപ്പുകൾ കയറി കയറി പോകുമ്പോൾ ഖുർആനിന്റെ വരികൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായി ഏറ്റവും നല്ല സ്ഥലത്ത് സ്വർഗത്തിലെത്താൻ ഖുർആൻ ഞങ്ങൾക്ക് കാരണമാകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൽ ഖുർആനിനെ ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിരിക്കുന്ന അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ശിഫ നൽകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ സർജറി എത്രയും പെട്ടെന്ന് വിജയകരമായി തീർന്ന് സമാധാനത്തോടെ ജീവിതത്തിലേക്ക് വരാൻ നീ തൗഫീഖ് നൽകണമേ. നിങ്ങളിൽ നിന്നൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ആസന്നമായ റമദാനിനെ ഈമാനോടെ ആരോഗ്യത്തോടെ സാക്ഷികളാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഗസ്സ യാ റബ്ബൽ ആലമീൻ. اللهم انصر إخواننا المسلمين في غزة، اللهم انصرهم يا رب العالمين. اللهم أذل الشرك والمشركين،
اللهم أذل أعداءك أعداء الدين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.